നമസ്കാരം. കോതമംഗലം കോട്ടപ്പടിയിൽ ആന കിണറ്റിൽ വീണ സംഭവത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നു പുലർച്ചെ 1:30 സംഭവം. നഷ്ടപരിഹാരം ലഭിക്കാതെ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇവരെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായി. എന്നാലും ഇതേ തുടർന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇന്നു വൈകുന്നേരം 4 മണിക്ക് ശേഷം ആനയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്നും കയറ്റി മറ്റൊരിടത്തേക്ക് വിടാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സംഭവ സ്ഥലത്ത് നിന്നും നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഇത് സംഭവിച്ച ആന വനത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പ്ലാത്തേന്ന് ചക്കയൊക്കെ തീറ്റ കഴിഞ്ഞ് നേരെ താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിണറിന്റെ അടുത്ത് ചെന്ന് അവിടെ തിരിഞ്ഞ് ഞങ്ങളുടെ കല്ലേക്കേടി അങ്ങനെയാണ്. രാത്രി 1 മണി കഴിഞ്ഞ ശേഷം ഈ പ്രദേശം ആനശല്യം ഉണ്ടോ? അതിരൂക്ഷമായിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലം എവിടെയാണ്? വടക്കംഭാഗം, അതായത് വടക്കംഭാഗം ഉപ്പാണ്ട റൂട്ടിന്റെ പുല്ലുവഴിച്ചാല ഭാഗമാണത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് വനത്തിലേക്ക്? ഇവിടുന്ന് 3 കിലോമീറ്റർ, 3-3.5 കിലോമീറ്റർ. കോട്ടപ്പാറ ആനശല്യം എന്ന് പറഞ്ഞാൽ നിരന്തരം ആനശല്യം തന്നെയാണ്. ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവർക്ക് സമയത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ചക്ക പറിക്കാനായിട്ട് നിരന്തരം ഇവിടെ ആനശല്യം തന്നെയുള്ളതാണ്. നിരന്തരം ഇങ്ങനെ ആനശല്യം തുടങ്ങിയിട്ട് ഒരു 5-6 വർഷം കൂടെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക്. മിനിയാമ്മ തൊട്ട് ഒരു 10 മീറ്റർ വന്ന് വിറക് വെച്ചെല്ലാം വാരി ചിതറി എല്ലാം കളഞ്ഞു. ഭയങ്കര ശല്യമാണ്. ഇതിന്ന് പറയാണ്ട് ഒരു 1.5 ആയിരുന്നു. എന്നാലും ശല്യം വന്നിട്ട് ചാറിനാമത്തെ ഞാൻ എന്റെ മിറ്റത്ത് ഇപ്പുണ്ട് തൊട്ട് പോകണല്ലോ. അപ്പൊ ഇങ്ങനെ മരം മറച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ഇരുന്നോണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ അയൽക്കത്താരന് ഓടി വന്നു പറഞ്ഞ് ആന കിണ്ടി ചാടിയിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. 5 വർഷമായി ഇവിടെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു രക്ഷയില്ല. പേടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല. സ്ഥലം ഉപ്പള്ളം പ്ലാച്ചേരി ആ ഭാഗം 2-3 വർഷം കണ്ട ഈ ആനശല്യം ഇങ്ങനെ തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി 1 മണിയായപ്പോ ഈ ചക്ക പറിക്കണായിട്ടാണ് ചേട്ടൻ എനിക്ക് ഈ വാതില് തുറന്നച്ച ഓടി വന്ന് എന്നെ വിളിച്ചു. കൊച്ചുങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കാരണം എന്നെ പയ്യെ വിളിച്ച് എടി എനിക്ക് വന്നടി ഇത് പ്രാർത്ഥന ചക്ക പറിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എണിച്ചു. ഇതുങ്ങളെ വിളിച്ചില്ല, കുഞ്ഞുങ്ങളെ വിളിച്ചില്ല. വിളിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾ മലയാളിയിടില്ല. അത് കാരണം അയൽക്കത്തേക്കൊക്കെ ഞങ്ങൾ വിളിച്ചു. അതൊക്കെ ഇവനെ വിളിച്ചു. ഇവനെ അക്കരെ കിടക്കണേ ഇവനെ വിളിച്ച എല്ലാവരും ഓടി വന്നതിന് ശേഷം ഞങ്ങൾ വാതിൽ തുറന്ന്. അതിൽ കൂടുതൽ ഞങ്ങൾ എന്നാ പറയണേ, അത് ചാറിന കിടക്കുന്നത് ഞങ്ങൾ വിചാരിച്ച് മറിഞ്ഞ ആമ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ഇവിടെ ചക്ക പറിക്കണായിട്ടൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവരെല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ പുറത്ത് പറഞ്ഞോളൂ. ഞങ്ങൾ 2 പുറത്ത് കിടക്കാൻ പറ്റില്ല. 2 പ്രാവശ്യമായിട്ട് എന്റെ വീട്ടില് ആന തൊട്ടുമുറ്റത്ത് വന്നു. ഞങ്ങൾക്ക് സംഭവം ആനശല്യം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ. കാര്യം നമ്മൾ ജനവാസ മേഖലയിൽ താമസിക്കുന്ന കാരണം നമ്മളെ കിടന്ന് ഉറങ്ങുന്ന നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഇത് ആനശല്യം നമ്മളെ നിർത്തണം. അത് ഫെൻസിങ് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ആണെങ്കിലും എല്ലാ സ്ഥലത്തും നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ നമുക്ക് അത് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 1 ആഴ്ച കൊണ്ട് 10-12 ദിവസം കൊണ്ട് 2 പ്രാവശ്യം എന്റെ വീടിന്റെ പിൻവശത്ത് ആന വന്നു.